അടിമാലി ബ്ലോക്ക് സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചു. മുൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം AP വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ കരുത്തേകാൻ കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ബ്ലോക്ക് സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാർഷിക യന്ത്രങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചത്. മുൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം MP വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമുകളിലുണ്ട്. പകുതി വിലയ്ക്ക് ST ആളുകൾക്ക് 20% വിലയ്ക്കൊക്കെ സാധനം കൊടുക്കുന്ന ഒരു പദ്ധതി സെൻട്രൽ ഗവൺമെന്റിൽ ഉണ്ടെങ്കിൽ തന്നെയും സാധാരണക്കാർക്ക് ഒരിക്കലും അത് കിട്ടാറില്ല, ലഭിക്കാറില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഒരു സൊസൈറ്റി മുന്നോട്ട് വരികയും അടിമാലിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത് സാധാരണക്കാരായ ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്നത് ഒരു വലിയ ഗുണകരമാണ്. നമുക്കറിയാം, കാർഷിക മേഖലയെല്ലാം തകർന്ന് തരിപ്പണമായ ഒരു കാലഘട്ടമാണ്. മിക്കവാറും നമ്മൾ കേൾക്കുന്ന, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കടക്കിണിയിൽപ്പെട്ട കർഷകർക്ക് ആത്മഹത്യ ചെയ്തെന്ന വാർത്ത പലപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട്. ആ കടക്കിണിയിൽപ്പെട്ടിരുന്ന കർഷകന് ഒരു താങ്ങായി, ഒരു തണലായി എന്നും ഇതുപോലുള്ള സീഡ് സൊസൈറ്റികളുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കോർഡിനേറ്റർമാരായ അനിത പ്രദീപ്, സൂസൻ ജോസ്, ഷൈല ജോസ്, പ്രൊമോട്ടർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ഹൗസിംഗിലാണ്, എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.